പണ്ടേ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, സുജിൻ, മല്ലു ഫാമിലിയിലെ സുജിൻ ഭൂലോക ഫ്രോഡാണെന്നുള്ളത്. ആളുകളെ പറ്റിക്കാൻ ഒരുപാട് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, ആളുകളെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്ന ഒരുപാട് ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ഒരുപാട് ഉളത്തരം പറഞ്ഞൊരു വ്യക്തിയാണ്. ഇപ്പൊ ഏതാ കാറുകൾ വാങ്ങിക്കൂട്ടാൻ തന്നെയല്ലേ ഭാര്യയുമായിട്ട് വേറിട്ടത്, അല്ലെങ്കിൽ ബന്ധം വേർപെടുത്തിയത്, അല്ലെങ്കിൽ മാറി താമസിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ കിടക്കുന്നുണ്ട്. ശരിവെക്കുന്ന രീതിയിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അമ്മോ, എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടല്. രണ്ടാള് സ്റ്റോറി ഇടുന്നു, അതിടുന്നു. അപ്പൊ തന്നെ പറഞ്ഞതാ, ഇപ്പൊ കാർ ഷെഡ് നിറച്ച് കാറുകളാ. കാറുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഫോർച്യൂണർ അല്ലായിരുന്നു ലക്ഷ്യം, മറ്റുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൂട്ടണം, ഒന്ന് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിലാണ് ഞാൻ ഇന്ന്. ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോകുന്നു. ഫുള്ളായിട്ടുള്ള കുറേ, സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് പോസ്റ്റാക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു വ്ളോഗ് പോസ്റ്റാക്കിയിട്ട്, അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോകാമെന്ന്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തെ 7 മണിക്ക് ഞാൻ പോസ്റ്റാക്കാം. ഓക്കെ, അതായത് കുറെ കാലമായിട്ട് സന്തോഷമുള്ള പോസ്റ്റ് ഒന്നും ചെയ്യാറില്ല എന്നാ പറയുന്നത്. ഇവൻ കുറെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വ്യക്തമായിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള ബോധം കൊണ്ടാവുമല്ലോ അല്ലെ സന്തോഷമില്ലാത്തത്. ബാക്കി ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റാക്കും. ഓക്കെ, ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, കുറച്ചിട്ട് ഇടാം. ടാറ്റ. അടുത്ത ഫോർച്യൂണർ അല്ല വേറെ വല്ല കാറും ലോഡിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഏകദാനം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു നാടപൊക്കൽ അല്ല തുണി പൊക്കൽ പരിപാടി ഇല്ല, അത് കാണിക്കും കാറിന്റെ മുകളിലത്തെ. ആ സാധനം ഉണ്ടാവാൻ സാധ്യത 100% ഉണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഫോട്ടോ ഇതാ കാണുന്നു, കണ്ടോളി. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഗുരുവായൂരപ്പന്റെ നടയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുളസിമാല ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്താ പൊട്ടന്മാരാണെന്നാണ് എന്റെ പൊന്ന് സുജിൻ ഫ്രോഡേട്ടാ വിചാരിക്കുന്നത്. നീ അമ്മാതിരി ഫ്രോഡാണെന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ATM കയറുന്നു, ഫണ്ട് എടുക്കുന്നു. ഓ, ഞങ്ങൾ കളിച്ചുണ്ടാക്കിയ ഫണ്ടാണ് ഇത് കേട്ടോ. എന്റെ പൊന്നെ, എത്ര മനുഷ്യന്മാരാണ് അതിൽ പോയി പോയിട്ടുണ്ടാവുക. ഒരുപാട് ശബ്ദ സന്ദേശങ്ങളൊക്കെ മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇത്തരം ആപ്പുകളിലൊക്കെ പോയിട്ട് പൈസ ഇട്ട് കുടുങ്ങി കിടക്കുന്ന ആളുകൾ എന്നുള്ളതാണ്. ഇവന്റെ തെളിവുകളൊക്കെയാണ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അത് കണ്ടില്ലേ, ഡെമോ ആപ്പും വെച്ചിട്ട് എത്ര ജനങ്ങളെ പറ്റിച്ച്. എന്തായാലും ഈ പരിപാടി നല്ല പരിപാടിയാണ് കേട്ടോ. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒരു മെയിൻ പരിപാടി ഇതാണ്. ഞങ്ങൾ ബന്ധം വേറിട്ടു, ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു, ഗർഭിണിയായി കഴിഞ്ഞാൽ ഗർഭിണിയായി. ഇവനൊരു 10-11 മാസം തന്നെ പരിപാടി. അമ്മോ, കാണാൻ എത്രമാത്രം ആളുകളാണെന്നറിയോ. ഇനി ഇവൻ ആ ബന്ധം വേറിട്ട സമയത്ത് ഉണ്ടാക്കിയ അല്ലെങ്കിൽ എടുത്തൊരു വീഡിയോ ഒന്ന് കാണിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിന്റെ പദ്ധതി നിത സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, അതൊക്കെ 8 ലക്ഷമോ 10 ലക്ഷത്തെ വ്യൂ വന്ന വീഡിയോ ആണ് കേട്ടോ. ഒന്നും നേടിയെടുക്കാനൊന്നുമില്ല. കമന്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് അങ്ങ് അടിക്കായിരുന്നു മച്ചാന്. അവളാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ രണ്ടുപേരും പക്ക അടിപൊളിയായിട്ട് തിരക്കഥ എഴുതി ഉണ്ടാക്കിയ കഥയാണെന്ന് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒന്നിക്കല് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചു തന്നെയാണ്. കാരണം ജെനുവിൻ ആണെങ്കിൽ അവരങ്ങനെ വേറിടല്ലേ എന്ന് ചിന്തിച്ചു. പക്ഷെ ജെനുവിൻ അല്ല ഇത്. രണ്ടുപേരും മനഃപൂർവ്വം കാണിച്ചു കൂട്ടിയാന്നുള്ള ഒരു തർക്കം വേണ്ട കാര്യത്തിൽ. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഈ വീഡിയോയിലെ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. അത് പറയാൻ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് വന്ന വീഡിയോ എടുത്തത്? ലക്ഷ്യം ഒന്ന് തന്നെയാണ്. ജനങ്ങൾ കൂടുതൽ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റീച്ച് കൂടും, പിന്നെ വ്യൂ കൂടും, പിന്നെ പ്രൊമോഷൻസ് കൂടുതൽ കിട്ടും. നെഗറ്റീവ് ആണെങ്കിലും പ്രൊമോഷൻ കുറെ വരും, അതിലൂടെ ഫണ്ട് ഉണ്ടാക്കാം. കാറോ ലോറിയോ ട്രെയിനോ എന്ത് തേങ്ങ വാങ്ങാം, അമ്മാതിരി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത്, ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഈ പൊറോട്ട് നാടകം എന്നുള്ളത്. കുറെ ആളുകൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഫോർച്യൂണർ ഇറക്കിയ കഥയൊക്കെ നമുക്ക് അറിയില്ലേ, അതുപോലെ തന്നെ അങ്ങനത്തെ ഇറക്ക് തന്നെ ഫാമിലി വ്ളോഗേഴ്സിനെ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അബദ്ധത്തിലൊന്നും പോയി വീഴല്ലേ. നിങ്ങൾ ടിവിയിൽ സീരിയൽ കാണുന്ന പോലെ തന്നെയാണ് ഈ സംഭവം. ഈ ക്യാമറക്ക് മുന്നിൽ അഭിനയിക്കും, പുറത്ത് വരും, ഭയങ്കര കോമഡി എന്നുള്ളതാ. ഇനി മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിൽ ഒരു കോമഡി പറഞ്ഞു തരാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ആണേ.
എന്റെ പേര് സുജിൻ, പാലക്കാട് ചെറുപ്പളശ്ശേരിയിലാണ് വീട്. എന്റെ വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറിയ സങ്കടങ്ങളുമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. എല്ലാം പങ്കുവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചാനലാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിനൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകളോ നിരന്തരമായ ആളുകളെ പറ്റിക്കുന്ന ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുക ഇല്ലീഗലാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇവന്റെ പേജൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അതുകൂടാതെ തന്നെ പറ്റിക്കൽ പരിപാടിയാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിൽ പല ആളുകൾ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനൊക്കെ സപ്പോർട്ട്. ഞങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ തയ്യാറല്ല, ഞങ്ങൾ പിന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ സൈഡിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ വായിച്ചുതരാം. കുത്തും കോമൊന്നും ഇല്ല, വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചുതരാം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നി. ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ് പിരിയാമെന്ന്, ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ. ഇനി ഇതിന്റെ പേരിൽ ആരും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടോ നെഗറ്റീവ് കമന്റുകൾ, ട്രോൾ വീഡിയോകൾ ഉണ്ടാക്കി വരരുത്. ഞാൻ ഇതിനെപ്പറ്റി ഇനി ഒന്നും പ്രതികരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇടുന്നത്. അതിലാണ് രണ്ട് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിട്ടത്. 10 ലക്ഷത്തിന് മുകളിലൊക്കെ വ്യൂ വന്ന 2 വീഡിയോ. അതിലിങ്ങനെയാണ് പറയുന്നത്: എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു കാര്യം പങ്കുവെക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിപ്പിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ച് പരസ്പരം ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. സ്വകാര്യമായ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുന്നതിലാണ് നിങ്ങളുടെയൊക്കെ മെയിൻ പ്രശ്നം, അല്ല നിങ്ങളുടെയൊക്കെ മെയിൻ പരിപാടി എന്നുള്ളതാണ്. പിന്നെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാൻ വയ്യ, കൊഞ്ഞലം കുത്തലും. കൊള്ളം ചേട്ടാ, കൊള്ളാം. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതെന്താ ChatGPT ആണോ നിങ്ങൾക്ക് ഇത് അയച്ചെന്നത്? ഒരു മലയാളത്തിന്റെ ഒരു കുൽകൃത. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത്. എന്റെ പൊന്നെ, അത് കഴിഞ്ഞ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഓൺ തന്നെയാണ് വീഡിയോ ഇട്ടത്, ബന്ധം വേറിട്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. പിന്നെ എന്റെ വൈഫും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യം പറയട്ടെ, ഇമാതിരി പ്രഹസനങ്ങൾ ആളുകൾ കണ്ടിട്ട് ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നത് ഒരു പിടുത്തം കിട്ടുന്നില്ല അല്ലേ? ഈ ഫാമിലി വ്ളോഗേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ കാണിക്കും. എന്നിട്ട് ഞങ്ങൾ ബന്ധം വേറിട്ടിട്ട അപ്പൊ കുറെ ആൾക്കാരെ പോയി കാണും. ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിട്ട വീണ്ടും പോയി കാണും. ഞാൻ ഗർഭിണിയായിട്ട അപ്പൊ വീണ്ടും പോയി കാണും. കുട്ടി ആവുന്നത് വരെ ഭയങ്കര വ്ളോഗിങ്, പ്രസവോടാണ് പലപ്പോഴും യൂട്യൂബൊക്കെ. അവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവർ വീണ്ടും താലി കെട്ടി, അടുത്ത ഫോർച്യൂണർ അത് അവിടെ ലോഡിങ്. എന്ത് വാടേ, എന്താ ഞാൻ പറയണ്ടേ? എന്തായാലും ഒരു കാര്യം, സുജിന്റെ ഒരുപാട് വീഡിയോസ് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, അവൻ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒരുപാട് ഇല്ലീഗൽ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്രോഡത്തരം ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളെയും സഹായിക്കും കേട്ടോ. സഹായിച്ചതിന് ശേഷം, സഹായം എന്ന് പറഞ്ഞാൽ ഉബൈദ് കൊടുക്കുന്ന പോലത്തെ ഒരു സഹായം ഒന്നുമല്ല. എന്തെങ്കിലും വാങ്ങി കൂടുതൽ പൈസ കൊടുത്തിട്ട് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇത് ഞാൻ വെറുതെ കൊടുത്തതല്ല, ഇത് ഞാൻ ഗെയിം കളിച്ചുണ്ടാക്കിയ പൈസയാണെന്നുള്ളതാണ്. ഊളത്തരം പറഞ്ഞിട്ട് കുറെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളുടെ പ്രാക്കായിട്ടൊക്കെ കിട്ടാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഊളത്തരം കാണിച്ചിട്ട് ഇമാതിരി കാട്ടിക്കൂട്ടിൽ കാട്ടി നടക്കാൻ ഇവനെ പോലുള്ള ആളുകൾക്കേ കഴിയുള്ളൂ. കുറെ ഫാമിലി വ്ളോഗേഴ്സ്, പൊന്നെ നല്ല ഫാമിലി വ്ളോഗേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അങ്ങനെയല്ല, ഇത് എന്ത് ഊളത്തര കാണിച്ചുകൊണ്ടിരുന്നിരുന്നേ. എന്തായാലും കൊള്ളാം, നല്ല പോലെ തന്നെ മുന്നോട്ട് പോട്ടെ. ഇനി ഈ ഐഡിയ തോന്നിയിട്ട് വീണ്ടും ഒരു കാറൊക്കെ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അവസരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധി തോന്നട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇതൊന്നും കണ്ട് മനസ്സിലാക്കാത്ത കുറെ പ്രേക്ഷകരുണ്ട്. വീണ്ടും പോയി കാണും. എന്നിട്ട് അയ്യോ ബന്ധം വേറിട്ട് പാവങ്ങൾ ഒന്നിക്കടാ പറയും. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒന്നിക്കും. ഒന്നിച്ച് എന്റെ പ്രാർത്ഥന കേട്ട്. ഇതന്നല്ലേ ലക്ഷ്യം ഇടുന്നത്. എന്തായാലും ആയുഷ്മാൻ ഭവ, അത്ര എനിക്ക് പറയാനുള്ളൂ. താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.